അലർജിയുടെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടോ? എന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തിരിക്കണം. പലരിലും അലർജിയുടെ ലക്ഷണങ്ങളൊക്കെ കാണിക്കും. എന്നാൽ അലർജി തന്നെയാണോ എന്നറിയാൻ നമ്മൾ നിർബന്ധമായിട്ടും കുറച്ച് ടെസ്റ്റുകൾ ചെയ്യുന്നത് അത്യാവശ്യമാണ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് IgE, സെറം IgE എന്നാണ് പറയാം. ഇതൊരു ആന്റിബോഡി ടെസ്റ്റ് ആണ്. ഇത് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് കൂടുതലായിട്ടുണ്ടെങ്കിൽ അവർക്ക് ശക്തമായിട്ടുള്ള ഒരു അലർജി ഉണ്ട് എന്നാണ് അതിനർത്ഥം. ഒന്നുകിൽ അത് തൊലിപ്പുറത്തുള്ള അലർജി ആവാം, അല്ലെങ്കിൽ നല്ല ശക്തമായ തുമ്മല്, മൂക്കൊലിപ്പ് ഒക്കെ ഉണ്ടാവാം. അപ്പം അതിന്റെ അളവ് ക്രമാതീതമായിട്ട് കൂടുതലാണെങ്കിൽ അത് നല്ല രീതിയിൽ നമ്മൾ കുറയ്ക്കേണ്ട അത്യാവശ്യമാണ്. അടുത്തതായിട്ട് ആബ്സലൂട്ട് ഈസ്നോഫിൽ കൗണ്ട്, AEC എന്ന് പറയും. ഇത് നമ്മുടെ ശരീരത്തിലുള്ള വെളുത്ത രക്താണുക്കൾ, അതായത് പ്രത്യേകിച്ച് ഈസ്നോഫിൽസിന്റെ കൗണ്ട് എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു ടെസ്റ്റാണ്. പല കാരണങ്ങൾ കൊണ്ട് ഇത് കൂടാറുണ്ട്. എന്നാൽ അലർജി ഉള്ള ആളുകളിൽ കൂടുതലായിട്ട്, പ്രത്യേകിച്ച് മൂക്കിൽ തുമ്മല്, മൂക്കൊലിപ്പുള്ള ആളുകളിലും തൊലിപ്പുറത്ത് അലർജി ഉള്ള ആളുകളിലും ഇത് നല്ല രീതിയിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. ഇതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട അടുത്തൊരു ടെസ്റ്റാണ് വിറ്റാമിൻ ഡി. അലർജി ഉള്ള ആളുകളിൽ വിറ്റാമിൻ ഡി നല്ല രീതിയിൽ കുറയുന്നതായിട്ട് പല പഠനങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അലർജിയുടെ ഭാഗമായിട്ട് മരുന്നുകൾ എടുക്കുമ്പോൾ വിറ്റാമിൻ ഡി സപ്ലിമെന്റ്സ് കൂടി അത് കുറഞ്ഞ ആളുകൾ നിർബന്ധമായിട്ടും എടുക്കേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു അലർജി കൺട്രോൾ ചെയ്യാൻ പറ്റാറുള്ളൂ. ഇതെല്ലാം ചെയ്യുന്നതോടൊപ്പം തന്നെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള CBC ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം വേറെ ഒരു ഇൻഫെക്ഷൻസും നിങ്ങൾക്ക് ഇല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ ഇതിന്റെ കൂടെ ഉറപ്പുവരുത്തേണ്ടതാണ്. അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റും കൂടെ എടുക്കണം. ഈ 4 ടെസ്റ്റുകൾ എന്തായാലും അലർജി ഉള്ള ഒരാൾ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ, അതുപോലെ നിങ്ങളുടെ റിലേറ്റീവ്സിന് അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഇത് അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കും.